നമ്മുടെ ടോപ്പ് സിംഗറിലെ കുട്ടി പാട്ടുകാരെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അവരുടെ പുതിയ റൗണ്ടിന് വേണ്ടിയിട്ട്. നമ്മുടെ ഫിനാലയോട് അടുത്തുകൊണ്ടുള്ള പോരാട്ടം ആയതുകൊണ്ട് തന്നെ മത്സരങ്ങളെല്ലാം ഭയങ്കര ടഫായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇന്നത്തെ മത്സരങ്ങളും ഇന്നത്തെ പെർഫോമൻസും ഒക്കെ നമ്മളിതേ കാണാൻ പോവാണ്. അതിനൊക്കെ മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ചു പേരെ വെൽക്കം ചെയ്യാനുണ്ട്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് സാരി താരി ചേച്ചി. വെൽക്കം. എനിക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് പറ്റുന്നു. ഞാൻ ഞെട്ടിപ്പോയി നോക്കിയപ്പോ ഒരു പെൺകൊച്ച്. അതെ, ആ പെൺകൊച്ചാണ് മസിൽ വുമൺ. അത് നമ്മളോട് പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ ജിമ്മിൽ പോകുന്നു. നമ്മൾ വിചാരിക്കും ആര്യ ചേച്ചി ഒരു ചേച്ചിയെ പോലെ അങ്ങനെയൊക്കെ സാരി എടുത്ത് വന്നാന്ന്. പക്ഷെ അങ്ങനെയല്ല, ആര്യ ചേച്ചി ജിമ്മിൽ പോയി ഇത്തരം മസിൽ വന്നു. അത് കാണിക്കാനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് മസിൽ പ്രദർശനമാണ്. അതെ, ഇത് നിങ്ങൾ അത് കാണുന്നില്ലല്ലോ. ഇവിടെ ഓരോ പാട്ടിന് റിഹേഴ്സൽ ആകുമ്പോ ആര്യ ചേച്ചി നമ്മുടെ അടുത്ത് തരും, എന്നിട്ട് തോണ്ടും. ഒന്ന് പിടിച്ചോക്ക് ഭയങ്കര കട്ടിയില്ലേ. കൊച്ചിൻ അനീഫിക്ക പറയണ പോലെ അതുപോലെ. പക്ഷെ നിങ്ങൾക്ക് ഇതിലും താങ്ങാൻ പറ്റാത്തൊരു കാര്യം ഞാൻ കാണിക്കാൻ പോവാം. നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളെ 3 പേരെയും ഒരു സാധനം കാണിച്ചു. ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് നിങ്ങളെയും കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണ്ട് ഒരു 90കളുടെ തുടക്കത്തിൽ ഒരാൾ മലേഷ്യയിൽ ഒരു കച്ചേരി നടത്തി. അന്ന് ആ സമയത്ത് ആ കച്ചേരിക്ക് ഭയങ്കര റിവ്യൂ കിട്ടിയ ഒരു കച്ചേരിയാണത്. ഓക്കെ, അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ആരാ എന്താന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പറയണം. ഓക്കെ, ശരി, ബാ. സർ കണ്ടോ എന്തായിരുന്നു അവിടെ? ഇനി പറയൂ എന്തൊക്കെയായിരുന്നു? ആ സമയത്ത് എന്റെ ചേട്ടൻ അവിടെ അല്ലേ, മലേഷ്യയിലല്ലേ. അപ്പൊ അങ്ങനെ പാടാൻ ഒരു അവസരം കിട്ടിയതാണ്. അല്ലാതെ മലേഷ്യൻ ഗവൺമെന്റ് എന്നെ വിളിച്ചോണ്ട് പോയതൊന്നല്ല. അപ്പൊ ചേട്ടൻ കാരണമാണ് അവിടെ പാടാൻ പറ്റിയത്. റേഡിയോ TV മലേഷ്യ RTM എന്ന് പറഞ്ഞ അവിടെ കച്ചേരി നടത്തിയിട്ടുണ്ട്. അവിടെ 2-3 അമ്പലങ്ങളിൽ നടത്തിയിട്ടുണ്ട്, ചില വേദികളിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് മറക്കാൻ പറ്റാത്തതാണ്. അന്നൊക്കെ കച്ചേരി പാടിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. 21-22 വയസ്സേ ഉള്ളൂ. ഒരു കുറുമ്പൻ ചക്കനല്ലേ? കുറുമ്പിന് എപ്പോഴും കുറവില്ല. എന്നെക്കാളും എന്നെ കുറുമ്പെന്ന് വിളിക്കും. മീനുട്ടി, എന്തോ ഈ കോസ്റ്റ്യൂം കണ്ടിട്ട് ഒരു ഡാൻസ് ഒക്കെ ചെയ്യാൻ പോകുന്ന പോലെയുണ്ട് മീനുട്ടി. അതാണ് ഞാൻ അങ്ങനെ തോന്നിക്കും, പക്ഷെ ഒന്നും ചെയ്യില്ല. അത് ഞാൻ മതങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അതെന്താ വെച്ചാൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ടതാ. ഓരോ സ്റ്റെപ്പ് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് കാണിക്കാവോ? ഇല്ല, സോറിടാ, എനിക്ക് പറ്റില്ല. അതിനൊക്കെ നമുക്കൊരു മൂഡ് വേണം. ഇപ്പൊ എന്ത് മൂഡാണെന്നറിയോ? നല്ല മെലഡിയൊക്കെ കേൾക്കാൻ തോന്നുന്ന, അങ്ങനെ ശാന്തമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മെലഡി കേൾപ്പിച്ചു. പ്രത്യേകിച്ച് പക്ഷെ മീനുട്ടിയുടെ ഡ്രസ് കണ്ടപ്പോ ഞങ്ങൾക്കൊരു മൂഡ് പാട്ട് ഡാൻസ് നിങ്ങൾക്കല്ലേ, എനിക്ക് വന്നിട്ടില്ല അത്. ഇല്ല, എനിക്ക് ഇപ്പൊ തന്നെ അത് വരില്ല. കുറച്ച് വേണ്ടി ഞാൻ കളിക്കാം. ഞാൻ ഇവിടെ എപ്പോഴും അച്ഛനാണ് പറയുന്നത്. അച്ഛൻ കളിക്കരുതെന്നോ? കളിക്കണം. ആരുടെയെങ്കിലും കൂടെ കളിക്കും, പ്രോമിസ്. ഇല്ല. സിനിമയിലൊക്കെ എത്ര ഡാൻസ് കളിക്കാനുള്ള ആളാ ഒറ്റയ്ക്ക്. അവിടെയല്ല, ഇവിടെ ഞാൻ എന്തിനാ ചുമ്മാ ഇതൊരു സിനിമയാണെന്ന് വിചാരിക്കും. ഡാൻസ് കളിക്കുന്നത് ജീവിതം തന്നെ ഒരു സിനിമയാണെന്ന് വിചാരിക്കും. ഞാൻ ഇങ്ങനത്തെ വിടത്തില്ല. MJ എന്തൊക്കെ പറയണ്ടോ? എനിക്ക് സങ്കടമായി. സങ്കടപ്പെടണ്ട, അച്ഛൻ പറഞ്ഞിട്ട് മോള് നമുക്കൊരു ഡ്യുവറ്റ് പെർഫോമൻസ് ആയാലോ? എന്തിനാ അച്ഛനെ പോലെ തന്നെ മോളും കണ്ടുപിടാതെ ഇവിടെ ഇരിക്കാം. ഇപ്പൊ സമാധാനമായിട്ട് നിങ്ങൾ ഈ മൂഡ് മാറ്റാനായിട്ട് ഞാനൊരു മെലഡി കേൾപ്പിക്കാം. നമ്മൾ ശാന്തമായിട്ടിരുന്ന ഒരു മെലഡി കേട്ടാൽ നിങ്ങൾക്ക് ഈ ഇത്തരം ചിന്തകളൊക്കെ പോകും മനസ്സിൽ. മനസ്സിലായോ? ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദുർഗക്കുട്ടിയാണ്. ദുർഗക്കുട്ടി വാ. ചേച്ചി ഓൾറെഡി പെട്ട് നിൽക്കാണ്. ദുർഗക്കുട്ടി ഇപ്പൊ കൂടെ വന്നു. അതെ, ഒരു ഡിഫറെന്റ് കോംബോ ആണല്ലോ കോസ്റ്റ്യൂം. അതെ, കളർ കോമ്പിനേഷൻ അല്ലേ? അത് വളരെ പിന്നെ ബ്രിക്ക് റെഡും സിൽവറും.
ഇത് എൻ്റെ ഞാൻ 1 തൊട്ട് 4 വരെ പഠിച്ച സ്കൂളിൽ ആ. ഈ ജൂൺ 1 പ്രവേശനോത്സവത്തിന് മുഖ്യ അതിഥിയായിട്ട് പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതായി ഡ്രസ്സ്. ആഹാ. അതിഥിയോ? അത് ശരി, ഇപ്പോഴേ മുഖ്യ എവിടെ? ഏത് അതിഥിയൊക്കെ. സ്കൂളാ? അതെ. പള്ളിക്കൽ നടുവിലെമുറി LPS. പള്ളിക്കൽ അവിടെ നടുവിലെ പാടിയോ? മുറിയിൽ പാട്ട് പാടിയോ? LP സ്കൂൾ. ആര് പറഞ്ഞു പാട്ട്? ആരോട് ചോദിച്ചു പാടി? ഏത് പാട്ട്? സെന്തൂരപ്പൂവ്. ഓ, തമിഴാ? ദൂരെ പോവേ. ഓ, എന്റെ അതിവിടെ പാടിയതല്ലേ? ആ. അതിവിടെ പാടി പാട്ട് വേറെ എവിടെ പാട്ടുണ്ടോ? അയ്യോ അവള് പേടിക്കും. Sorry, sir. ദുർഗുവിന് ഭയങ്കര പേടിയാ ഓൾറെഡി. അപ്പൊ പിന്നെ ഇങ്ങനെ പറഞ്ഞ ദുർഗു പേടിച്ച് നിലത്ത് വീഴും ബോധം കെട്ടിട്ട്. എന്തോ ഐ എം സോറി. ഏത് പാട്ടാ പാടുന്ന ഇന്ന്? കിന്നാര കാക്കാത്തിക്കിളി. ബ്യൂട്ടിഫുൾ. കൈ നോക്കാമോ? ഡീറ്റെയിൽസ്. ലിറിക്സ് കൈതപ്പുറം സാർ, മ്യൂസിക് ബേണി ഇഗ്നേഷ്യസ് സാർ, പാടിയത് ചിത്രാമ്മ, മൂവി ഉല്ലാസ പൂങ്കാറ്റ്, ഇയർ 1997. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ആ സ്കൂളിൽ പോയിട്ട് വല്ല അധിക പ്രസംഗം വല്ല നടത്തിയോ? ഇല്ല Normal. സാധാരണ പ്രസംഗിക്കുമല്ലോ. ഇല്ല, പക്ഷെ അന്ന് പ്രസംഗിച്ചില്ലേ? അന്ന് ഇങ്ങോട്ട് 1-ാം തീയതി ഇവിടെ വരണമായിരുന്നു. അപ്പൊ അന്ന് അതുകൊണ്ട് ഈ പെട്ടെന്ന് പ്രവേശനോത്സവത്തിന് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും പ്രസംഗിക്കുക 2 വരി പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? നല്ലൊരു ചോദ്യം അത്. അന്ന് സംസാരിച്ച കാര്യമാണോ അതെ, കേട്ടാലും മതി. എന്തായാലും ഇപ്പൊ ദുർഗുന് എക്സ്പീരിയൻസ് ആയില്ലേ, അപ്പൊ പിന്നെ പെട്ടെന്ന് പറയാൻ കിട്ടും. 2 വരി മതി. പക്ഷെ പ്രവേശനോത്സവത്തിനെ പറ്റിയായിരിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ വന്നിരിക്കുന്ന MJ അങ്കിൾ, മധു അങ്കിൾ, അരിച്ചേച്ചി, ആ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ആ. നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് വന്ന എല്ലാ എൻ്റെ കൊച്ചുകൂട്ടുകാർക്കും ഉം. ആശംസകൾ നേരുന്നു. കഴിഞ്ഞാ? കഴിഞ്ഞു. അയ്യോ ഒരു വരിയും കൂടെ വേണം. ആ, ഈ പ്രവേശനോത്സവം എന്ന് പറഞ്ഞാൽ എന്താ? അതിനെപ്പറ്റി പറയണ്ടേ? പുതിയ പുതിയ ക്ലാസ്സിലോട്ട് വന്നു. ഛേ, പുതിയ സ്കൂളിലേക്ക് പോകുന്നു. അല്ല, അപ്പൊ അത്രേ ഉള്ളൂ, അത്രേ സംസാരിച്ചുള്ളൂ. പിന്നെ പാട്ട് പാടി കൊടുത്തു. അതാണ് ദുർഗക്കുട്ടിയുടെ ഓ, മെയിൻ. എന്നിട്ട് അങ്ങനെയാണ്. പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് ഫ്ലവേഴ്സിലേക്ക് പോകാനുള്ളതുകൊണ്ട് സമയമില്ല. സമയമില്ലാത്തപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. അങ്ങനെ ഒക്കെ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ, ഇനി സംസാരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്തുകൊണ്ട് 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 എന്നാണ്. പറഞ്ഞേ. എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്തുകൊണ്ട് 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 എന്നാണ്. എന്നാണ്. പക്ഷികൾ പറക്കുന്നത് എന്തുകൊണ്ട്? പക്ഷികൾ പറക്കുന്നത് എന്തുകൊണ്ട്? ചിറകുകൊണ്ട്. ആകാശം നീലയായി കാണുന്നത് എന്തുകൊണ്ട്? ആകാശം കണ്ണു. പറഞ്ഞേ. ആ, ആകാശം നീലയായി കാണുന്നത് എന്തുകൊണ്ട്? നമ്മൾ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട്? പറഞ്ഞേ. നമ്മൾ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നമ്മൾ പാട്ട് പാടുന്നത് എന്തുകൊണ്ട്? വായു കൊണ്ട്. ഓക്കെ, ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ച് അല്ലേ? ചോദിച്ചിട്ട് അവസാനം പറയണം ഇതൊക്കെ അറിയാനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. അതുകൊണ്ട് പ്രവേശനോത്സവ ആശംസകൾ. അപ്പൊ നിങ്ങൾ അതെ. ചോദിച്ചുകൊണ്ടിരിക്കണ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്? ആ, അപ്പൊ നല്ല കൈയടി കേട്ടോ കേട്ടോ. അപ്പൊ പാട്ട് പാടിക്കോ. ഓൾ ദ ഓൾ ദ ബെസ്റ്റ്. ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ദുർഗു. താങ്ക് യു. കാക്കാത്തിക്കിളിയെ കൈ നോക്കാമോ? നാടോടി കല്യാണത്തിനു നാടു നോക്കാമോ? ഹിന്നാര കാക്കാത്തിക്കിളിയെ കൈ നോക്കാമോ? നാടോടി കല്യാണത്തിനു നാടു നോക്കാമോ? 10 വെളുപ്പിനുണർന്ന് കുറി കൊത്തിയെടുക്കാമോ? മംഗല്യത്തിനു മനപ്പൊരുത്തം കുറിക്കുമോ? കൈ നോക്കാമോ? നാടോടി കല്യാണത്തിനു നാടു നോക്കാമോ?
കാക്കാത്തിക്കിളിയേ കൈ നോക്കാമോ നാടോടി കല്യാണത്തിനു നാളു നോക്കാമോ കേട്ട് ഉൻവരകോരത്ത് മാളെ ആവാരം പൂമൈ കണ്ടേ ഉന്നടകോരത്ത് മാളെ പള്ളിക്കെട്ടിനു കച്ചേരിക്കായി ഒരുങ്ങി വാ കിന്നാര കാക്കാത്തിക്കിളിയേ കൈ നോക്കാമോ നാടോടി കല്യാണത്തിനു നാടു നോക്കാമോ പത്തു വെളുപ്പിനുണർന്ന് കുറി കൊത്തിയെടുക്കാമോ മംഗല്യത്തിനു മനപ്പൊരുത്തം കുറിക്കുമോ കിന്നാര കാക്കാത്തിക്കിളിയേ കൈ നോക്കാമോ നാടോടി കല്യാണത്തിനു നാളു നോക്കാമോ വെരി ഗുഡ്. ഹരിയുടെ ഈ പുല്ലാങ്കുഴൽ നാദം ഉണ്ടല്ലോ, ചില പാട്ടുകളിൽ വരുമ്പോഴുണ്ടല്ലോ മധുരമാണ്. ദുർഗു, എന്തോ ഇപ്പൊ ഞാൻ ഹരിയെ പറ്റി പറഞ്ഞില്ലേ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ നാദത്തിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ അത് ശ്രുതി ശുദ്ധം അല്ലേ, ശ്രുതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. ആഹാ, ഇങ്ങനെ ഒന്നാണ്, രണ്ടല്ല. ശ്രുതിയും നാദവും ആളുടെ കലയും എല്ലാം ഒന്നാണ്. അങ്ങനെ ഒന്നാവുമ്പോൾ അവർ തമ്മിൽ കല്യാണം കഴിച്ചിരിക്കുമ്പോഴാണ് നല്ല സുഖകരമായിട്ടുള്ള സംഗീതം നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അതൊരു കണക്ഷനാണ് അല്ലേ, കണക്ഷൻ ബിറ്റ്വീൻ ദ ആർട്ടിസ്റ്റ് ആൻഡ് ദി ഓഡിയൻസ് അല്ലേ. അപ്പോൾ ആ കണക്ഷന് ഒരു വളരെ വലിയ ഒരു സാധ്യത കൊടുക്കുന്നത് എപ്പോഴും ശ്രുതി കൃത്യമായിട്ട് ചേരുമ്പോഴാണ്. അതാണ് പ്യൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കലയുടെ ആസ്വാദനം എന്ന് പറയുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ഒരു പെർഫോമൻസിൽ ആ കണക്ഷൻ പൂർണ്ണമായിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ പാട്ടിൻ്റെ ഫ്ലേവറുകൾ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു പാടിയതിൽ. പക്ഷെ ശ്രുതി ചേരലിൽ എവിടെയൊക്കെയോ ആ ഫ്ലാറ്റ് ആൻഡ് ഷാർപ്പ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോയി. അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് ട്രാക്കിലോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല, സിങ്ക് ആവാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഫീലാണ് ഇന്നത്തെ പാട്ട് തന്നിട്ടുള്ളത്. ചില ഇടങ്ങളൊക്കെ വളരെ നന്നായിരുന്നു, അത് പറയാണ്ടിരിക്കാനും പറ്റൂല. അതാണ് അത് കൂടുതലും ഈ മിഡിൽ ഒക്ടേവ് ആൻഡ് മേളിലാണ്, ഹയർ. അതിൽ വരുമ്പോഴാണ് ഈ ചെറുവിറ കുറയുന്നത്, ഒരു സ്റ്റെബിലിറ്റി വരുന്നത്. കറക്റ്റ്, വോക്കൽ സ്റ്റെബിലിറ്റി വരുന്നത് ആ ഒരു റേഞ്ചിൽ വരുമ്പോഴാണ്. അപ്പം മൈറ്റ് ബി ഇനി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അത്തരം പാട്ടുകൾ സെലക്ട് ചെയ്താൽ ചിലപ്പം ഈ വിറ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ സസ്റ്റെയിൻ്റെ എൻഡിലാണ് എപ്പോഴും ആ വിറ വരുന്നത്. ഇപ്പൊ എൻഡ് ചെയ്തപ്പോഴും ഫിനിഷില് അതില്ലാതെ ഒന്ന് സസ്റ്റെയിൻ, ഒന്ന് നൂല് പിടിച്ച പോലെ ഒന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ആ കാക്കാത്തിയൊക്കെ പാടുന്നത് വളരെ ക്യൂട്ടാണ് കേട്ടോ. ആ പഠിയോ? നാടോടി കല്യാണത്തിനു നാളു നോക്കാമോ, കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്ത നാടോടി കല്യാണത്തിനു നാളു നോക്കാമോ അതിൽ ഇങ്ങനെ മല കയറി ഇറങ്ങിയും വരുന്നുണ്ട് അവിടെ. അതാണ് ശ്രുതി. ഇപ്പോ നമ്മള് വെള്ളി നില തേരുണ്ടേ ആ മേളിൽ പാടുന്നില്ലേ, അതിലിങ്ങനെ ശ്രുതി ഏറി കുറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിങ്ങനെ തന്നെ ആവണം, ഒരു ലൈൻ ആവണം കൃത്യമായിട്ട്. ആ ലൈൻ മേളിലും ആവാൻ പാടില്ല, താഴെ ആവാൻ പാടില്ല. എവിടെയാണോ ആവേണ്ടത് അവിടെ ആകണം, എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തണം. അങ്ങനെ ആകുമ്പോഴാണ് പെർഫോമൻസ് ആവുന്നത്. ഇതിലെ വളരെ ബ്യൂട്ടിഫുൾ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇലക്കുറി ചാന്തണിഞ്ഞ് മണിക്കിന കണ്ണെഴുതി ഞാൻ പാടിയില്ലേ,
അത് ഇവിടെ കൊണ്ട്. അപ്പൊ ഫുൾ പാട്ട് ഇവിടെ കൊള്ളിക്കണം. അത് പറ്റുമോ? അപ്പൊ അത് പ്രോമിസ് ചെയ്യണം. ഇനി നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല. ഓക്കെ? ദുർഗു, എന്തോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസ് ആണ് ദുർഗുടെ. ഒരു എന്താ പറയാ, ഒരു നേരിയ ശബ്ദമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അലയൊലി പോലെ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന, എന്നാൽ അതേസമയം ചില റേഞ്ചുകളിൽ വരുമ്പോൾ നല്ല ഡെപ്ത് തോന്നിക്കുന്ന ഒരു ശബ്ദമാണ് ദുർഗുൻ്റെത്. അപ്പൊ ഈ ഒരു ശബ്ദം ഉണ്ടാകുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പാട്ട് പാടുമ്പോഴും വലിയൊരു എന്താ പറയാ, ഒരു പടി എപ്പോഴും നമ്മൾ മുന്നിലായിരിക്കും. കാരണം ഈ ഒരു ശബ്ദത്തിന്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് എപ്പോഴും നമ്മൾ പാടുന്ന പാട്ടുകൾ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. അങ്ങനെ ഒരു ബ്യൂട്ടി ഇന്നത്തെ ഈ പാട്ടിലും ദുർഗുന്റെ പെർഫോമൻസിൽ ഉണ്ടായിരുന്നു കേട്ടോ. മിടുക്കിയായിട്ട് പാടി. എനിക്ക് തോന്നിയത് താഴത്തെ രജിസ്റ്റർ, താഴത്തെ ലോ നോട്ട്സ് ദുർഗു കാര്യമായി ശ്രദ്ധിക്കണം തോന്നി. നമ്മളെപ്പോഴും മിഡ് റേഞ്ച് പാടുമ്പോഴാണ് നമ്മുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ പാടുന്നുണ്ടാവുക. ഹൈ റേഞ്ച് പാടുമ്പോഴാണ് എല്ലാവരും നമുക്ക് വേണ്ടി കൈയടിക്കുക ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുമ്പോൾ. പക്ഷേ ബേസ് റേഞ്ചാണ് നമ്മുടെ ടോണും നമ്മുടെ വോക്കൽസിൻ്റെ സ്ട്രെങ്ത്തും ഡിറ്റർമിൻ ചെയ്യുന്നത് താഴത്തെ റേഞ്ചാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ താഴത്തെ നോട്ട്സ്, താഴത്തെ സ മുതൽ താഴേക്ക് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ വോക്കൽസിന് ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഈ കുഞ്ഞു വിറകളൊക്കെ നമുക്ക് മായ്ച്ച് കളയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇനി മുതൽ എന്ത് പ്രാക്ടീസ് ചെയ്യും? താഴത്തെ നോട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? സസ്റ്റെയിൻ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം സുഷി ഒന്ന് ശ്രുതി തരുക. കഴിയുന്നത്ര പോവുക. ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് താഴേക്ക് പോയി നമ്മൾ നമ്മുടെ വോക്കൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടി കൊണ്ടുവന്നാലേ ഈ വിറയെന്ന് നമുക്ക് പൂർണ്ണമായൊരു മുക്തി നേടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, യു ആർ എ വെരി ടാലൻറ്റഡ് ഗേൾ, യു ആർ എൻ അമേസിങ് പെർഫോമർ, ബ്യൂട്ടിഫുൾ സിംഗർ വിത്ത് എ ബ്യൂട്ടിഫുൾ വോയിസ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനത്തെ എക്സസൈസും കൂടെ ചെയ്യുമ്പോൾ സൂപ്പർ ഡൂപ്പർ ആവും ദുർഗു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ദുർഗക്കുട്ടി, എന്തോ നന്നായിരുന്നു പാടിയത്. എനിക്ക് കഴിഞ്ഞ തവണ പാടിയേക്കാളും സ്റ്റഡി ആയിട്ട് തോന്നി പല സ്ഥലങ്ങളിലും കേട്ടോ. ആ വിറ ഇന്ന് അധികം ഭാഗത്തുണ്ടായില്ലെങ്കിലും ചില ഭാഗങ്ങളിൽ അത് വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാട്ട് ഫിനിഷ് ചെയ്ത സ്ഥലത്ത് നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യണം. എപ്പോഴും ബിഗിനിങ്ങും വളരെ നന്നായിരിക്കണം, എൻഡിങ്ങും വളരെ നന്നായിരിക്കണം, അതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളും നന്നായിരിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനിങ്ങും അവസാനം ഒന്നുകൂടി ശ്രദ്ധിക്കണം. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. പിന്നെ നിർത്തി കഴിയുമ്പോൾ അതായിരിക്കും നമ്മുടെ ചെവിയിൽ അലയടിക്കുന്നത്. അപ്പൊ അതും വളരെ കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അവസാനം എന്താ അങ്ങനെ ആയിപ്പോയി എന്ന് ചിന്ത വരും. അപ്പം ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം പല്ലവി ഇഷ്ടപ്പെട്ടു, അനുപല്ലവിയും ഇഷ്ടപ്പെട്ടു. ഇലക്കുറി ചാന്തണിഞ്ഞ് ആ സ്റ്റാൻസ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ശ്രുതി പ്രശ്നം, സ്റ്റഡി അല്ല ശ്രുതി. പിന്നെ അവസാനത്തെ നോട്ട്സൊക്കെ വേറെ വരുന്നുണ്ട്. അതൊക്കെ തമ്മിൽ ഭേദമായിരുന്നു. ഒന്ന് മറ്റുള്ള ഇടയ്ക്കൊന്ന് ഫുള്ളായിട്ട് മാറി വന്നതായിരുന്നു ഏകദേശം. പിന്നെ അത് വീണ്ടും വന്നു. ഇന്നിപ്പോൾ അത് കുറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പ്രാക്ടീസ് വളരെ നല്ലതാണ്. ഇപ്പോൾ ആര്യ പറഞ്ഞ ആ പ്രാക്ടീസ് ഇല്ലേ, ലോ നോട്ട്സിലേക്ക് പ്രാക്ടീസ് ചെയ്ത് വരിക, സസ്റ്റെയിൻ ചെയ്ത് പിടിക്കുക. നാളൊരു പാട്ടിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഹാർട്ട് ഇടിക്കുന്നതിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ശബ്ദം. അതെ, ഹാർട്ട് പിടിക്കുന്നതിനനുസരിച്ച് തന്നെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് സ്റ്റഡി ആക്കാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ കിന്നാര കാക്കാത്തിക്കിളിയെ ഫസ്റ്റ് തുടങ്ങിയില്ലേ, അല്ല കിന്നാര എന്നുള്ള കുറച്ചും കൂടി ഒന്ന് തെളിച്ചം വേണമായിരുന്നു. അതൊന്ന് പരിങ്ങിപ്പോയി. എന്നിട്ട് രണ്ടാമത് പാടിയതിന് കറക്റ്റായിട്ട് വന്നു കിന്നാര. അതേ ഒരു പരിഭ്രമത്തിൽ കിന്നാര പറഞ്ഞ പോലെ തുടങ്ങിയത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് ആ കൂടാനൊരുങ്ങി വാ, കച്ചേരിക്കായി ഒരുങ്ങി വാ, അതിൻ്റെയൊക്കെ എൻഡിലൊരു സംഗതി വരുന്നില്ലേ, അതൊന്ന് കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കണം തോന്നി. അതൊന്ന് പാടിയേ. അപ്പോഴും ഒരു വിറയുണ്ട് അതിൽ. ആ വിറയില്ലാണ്ട് ആ സംഗതി പാടിയാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം എംജെകളും ആരെയും പറഞ്ഞൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം, പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ വിറയുടെ കാര്യം എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കുന്നതാണ് നമ്മുടെ ദുർഗക്കുട്ടിക്ക് നല്ലത് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മിനുടാ, ഇനി കാര്യത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ എന്തുകൊണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഈ ആകാശം നീലയായിട്ട് കാണുന്നത് എന്തുകൊണ്ട്?
നമ്മുടെ സൂര്യരശ്മിയില്ലേ, സൂര്യരശ്മി വൈറ്റ് ആയിട്ടാണ് നമുക്ക് കാണാം, വെളുത്തായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അതിൽ ഈ 7 കളറുകളും ഉണ്ട്. അതെ, വിബ്ജിയോർ. അത് സ്കാറ്റർ ചെയ്തിട്ട് ഈ നൈട്രജൻ, ഓക്സിജൻ അതുമായിട്ട് മോളിക്യൂൾസുമായിട്ട് അതിങ്ങനെ കൂട്ടിമുട്ടും. അപ്പോഴാണ് സ്കാറ്റർ ചെയ്യുന്നത്. അപ്പൊ സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ കളറുകൾ അത് വയലറ്റും ബ്ലൂ ഒക്കെയാണ്. അത് ആണ് കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത് പെട്ടെന്ന്. വയലറ്റ് എന്ന് പറയുന്നത് സൺലൈറ്റിൽ കുറവാണ്. മാത്രമല്ല ഈ അറ്റ്മോസ്ഫിയർ തന്നെ, വായുമണ്ഡലം തന്നെ കുറെ വയലറ്റിനെ അബ്സോർബ് ചെയ്യും. മാത്രമല്ല നമ്മുടെ കണ്ണുകൾക്ക് വയലറ്റ് പെർസീവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ നീല 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 നീലയായിട്ട് മനസ്സിലായോ? അപ്പൊ ഇന്ന് ദുർഗകുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 97 ഔട്ട് ഓഫ് 100. ഓൾ ദ ബെസ്റ്റ് ദുർഗക്കുട്ട. നമ്മൾ മാർക്ക് ഇനിയും കൂട്ടണേ. ബൈ ബൈ. ആര്യ ചേച്ചി. ഓ, ഇനി ഉജ്വൽ ദ പ്രജ്വൽ. ഓ, റിജ്വൽ. യെസ്, വെൽക്കം റിജ്വൽ കുട്ടൻ ഓൺ സ്റ്റേജ്. ഹായ്. ഹായ്. വെറൈറ്റി റിജ്വൽ കുട്ടനാണോ? ജുബ്ബയൊക്കെ പുറത്തേക്കിട്ടാണല്ലോ. കണ്ട ഇങ്ങനെ കാണാറേ ഇല്ലല്ലേ? ഇല്ല, ഭയങ്കര റെയർ ആയിട്ടുണ്ട്. ജുബ്ബയും ജീൻസും ഷൂസും. ഷൂസും. ആഹാ, പുതിയതാണോ റിജ്വൽ കുട്ട? പുതിയതാണോ? തിളക്കമുള്ള ജുബ്ബയാണല്ലോ. പാന്റ് പുതിയതാ. ഇത് പഴയതാണോ? മുന്നേ ജുബ്ബ കോസ്റ്റ്യൂം ഒന്ന് തന്നതാ. ആണോ? അവനെ കണ്ടില്ലേ? അവനെ കണ്ടു പഠിക്കണം മീനുകുട്ടാ. അതെ. ശാന്തൻ സുന്ദരൻ അർക്കബിംബ സദൃശൻ ജാജ്വല്യമാനൻ ഇതൊക്കെയാണെങ്കിലും തേജ്വലൻ, നിങ്ങൾ പ്രജ്വലൻ, മഹോജ്വലൻ. നിങ്ങൾ 3 ആൾ ഓർക്കുന്നില്ലേ? കഴിഞ്ഞ എപ്പിസോഡിൽ ഒരാൾ എന്നെ റിജ്വലേട്ടനാ ഡാൻസ് പഠിപ്പിച്ചെന്ന് പറഞ്ഞേ. അതിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും ചോദിക്കാനില്ല. ഇവിടെ സ്വന്തമായിട്ട് ഡാൻസ് ചെയ്യില്ല, എന്നിട്ട് മറ്റുള്ളവരുടെ ഡാൻസ് പഠിപ്പിക്കും അല്ലേ? അത് ആരെയായിരുന്നത്? ആരെയാ? വാസുകി. വാസുകി വന്നിട്ടുണ്ടല്ലോ. വാസുകി റിജുല എന്ത് മൂവ്മെന്റ് ആണ് പഠിപ്പിച്ചത്? നമ്മളെ രണ്ടാളെയും റൂം അടുത്തടുത്താ. അപ്പോ അവളെ പാട്ട് ഉണ്ടാവുമ്പോ ഞാൻ ഒന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്തു. ഹെൽപ്പ് ഒന്നും കാണിച്ചേ, എങ്ങനെയായിരുന്നു? ഞാൻ മറന്നു സ്റ്റെപ്പ്. വാസുകിക്ക് ഓർമ്മയുണ്ടോ? സത്യമായിട്ടും വാസുകിക്ക് ഓർമ്മയുണ്ടെന്ന്. അന്നൊന്ന് കാണിച്ചേ. കാണിച്ചേ. ഇവിടെ ഒന്നും കളിക്കാൻ പറ്റില്ല. ആണോ? എങ്ങനെയായിരുന്നു അത്? എന്നത്? അത് മൂൺ വോക്ക്. മൂൺ വോക്കായിരുന്നോ? ഇതിന്റെ പേരാണ് മൂൺ വോക്ക്. അതെങ്ങനെയാ കാണിച്ചേ? എങ്ങനെയാ കാണിച്ചേ? ഒന്ന് മൈക്ക് കൊടുത്തേ. ഓക്കെ. ഓ, ഇതായിരുന്നല്ലേ? ഓ, ഇത് കഴിഞ്ഞ ദിവസം റുജുൽ പാടിയപ്പോഴും കാണിച്ചായിരുന്നല്ലോ. ഓ, അത് ശരി ശരി. ഓക്കെ ഓക്കെ. ഈ മൂൺ വാക്കായിരുന്നല്ലേ? കൊള്ളാം കൊള്ളാം. ഇത് റിജുവല വാക്കായി പോയി. അപ്പൊ ഏതാണ് പാട്ട്? ആൺകുയിലേ തേൻകുയിലേ. ആൺകുയിലേ തേൻകുയിലേ. ആ പാട്ടാണോ? അല്ല, പിന്നെ ഏത് പാട്ടാ? ആൺകുയിലേ തേൻകുയിലേ. ധ്വനിയിലെ പാട്ട്. ധ്വനി അല്ലേ? അതിലെല്ലാം നല്ല പാട്ടുകളാ. പാട്ട് എഴുതിയത് യൂസഫ് അലി സർ. കറക്റ്റാ? സംഗീതം നൗഷാദ് സർ. നൗഷാദ് അലി സർ. പാടിയത് യേശുദാസ് സർ. കറക്റ്റാ? സിനിമ ധ്വനി. ഏത് വർഷം? 1988. വെരി ഗുഡ്. അപ്പൊ ശരി. അപ്പൊ എന്നാ ഓൾ ദി ബെസ്റ്റ്. കലക്കണം കേട്ടോ. അടിപൊളിയായി പാടണേ. താങ്ക് യു. യെസ്. ആൺകുയിലേ തേൻകുയിലേ.
കവിഹൃദയം തുയിലുണരും സുമതളഗീതം സുഗമകലാലയമൊരുക്കി ചലിത ചലിത പാദം സുഗമകലാലയമൊരുക്കി ചലിത ചലിത പാദം വരുമിൻ പ്രാണസഖി രജനി രാജമുഖി വരുമിൻ പ്രാണസഖി രജനി രാജമുഖി ആൺകുയിലേ തേൻകോയിലേ ആൺകുയിലേ തേൻകോയിലേ. ഗുഡ് മോനെ, വെരി ഗുഡ്. സൂപ്പർ. റിജുൽ കുട്ട എന്തോ? എങ്ങനെ പാടിയടാ? നന്നായി പാടി തോന്നുന്നു. നന്നായി പാടി തോന്നുന്നു. പാടി കഴിഞ്ഞിട്ട് സന്തോഷാണോ? റിഹേഴ്സൽ ചെയ്ത പോലെയൊക്കെ പാടാൻ പറ്റിയോ? എന്തായാലും എനിക്ക് വരി മറക്കാണ്ട് പാടിയാൽ മതി. അത് മതി. വരി മറക്കാണ്ട് പാടിയ പോരാ. അത് കൊള്ളാലോ. അത് മാത്രല്ല, പാട്ടിലെല്ലാം വേണം. റിജുൽ കുട്ടിന്റെ ഫസ്റ്റ് അതെ. പ്രയോറിറ്റി അതാ, വരി മറക്കാതെ വരി പാടുക. വരി അത്രേ ഉള്ളൂ. വരി മറക്കാതെ പലർക്കും വരി മറക്കാണ്ട് കാണാപ്പാടം പഠിക്കാൻ പറ്റും. പക്ഷേ അത് മാത്രം പോരാ, പാട്ടും വളരെ മനോഹരാക്കണം. പക്ഷെ നന്നാക്കി, വളരെ നന്നായിരുന്നു, പാടിയത് നന്നായിരുന്നു. ഹൃദയ മൃദുലതമണികളിൽ സുമശരലീല ഉണർന്നു വനം മണിഞ്ഞു വനം ഹിമമണിമാല ഹൃദയ മൃദുലതമണികളിൽ സുമശരലീല ഉണർന്നു വനം മണിഞ്ഞു വനം ഹിമമണിമാല. പിന്നെ ശബ്ദത്തിന് ഇത്തിരി സ്ട്രെയിൻ ഉണ്ടല്ലേ കുയിലെന്നൊക്കെ പാടുമ്പോ? അത് തേൻകുയിലെ ഗ്രൂമിങ് ചെയ്യുമ്പോഴും ഇടക്ക് സ്ക്രാച്ച് സ്ക്രാച്ച് ആണോ? സ്ക്രാച്ച് വരുന്നുണ്ടോ? ഓക്കെ. കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ടോ വോയിസ്? എപ്പോഴും പാടുന്നുണ്ടോ? പ്രാക്ടീസ് ഒരുപാട് ചെയ്യുന്നില്ല. സംസാരം കൂടുതലാണോ? സംസാരം കൂടുതലാണോ? കുറച്ചും കൂടുതലാ. സംസാരിക്കും. അപ്പൊ സംസാരം കുറച്ച് കുറയ്ക്കാ. പാട്ടും ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്യരുത്, ആവശ്യത്തിന് മാത്രം. സംഭവം എന്താന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് വരുന്നുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യുക. ആ സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ, ആ ഫീല് വരുന്നുണ്ടോ, ആ സംഗതിയൊക്കെ എനിക്ക് പാടാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അത് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം സ്ട്രെയിൻ ചെയ്യണ്ട. അപ്പൊ എനിക്ക് തോന്നിയത് ഈ പല്ലവിയിൽ കുറെ ക്രാക്ക് ഉണ്ട്. തേൻകുയിലെ ആദ്യത്തെ 2 തേൻകുയിലും ക്രാക്ക് ഉണ്ട്, വെള്ളി വീണു. മൂന്നാമത്തേല് ഓക്കെ ആയി കേട്ടോ. പിന്നെ വരുമൻ പ്രാണസഖി പോലെ തന്നെയാണ് രജനി രാജമുഖി. പ്രാണസഖി എന്ന് പാടിയില്ലേ, അതുപോലെ തന്നെയാണ് മുഖി. വരുമൻ പ്രാണസഖി രജനി രാജമുഖി എന്നാ പാടിക്കൊണ്ടിരുന്നേ. രാജമുഖി അവിടെ കേട്ടോ. അതുപോലെ തന്നെ ഹൃദയ മൃദുല ധമനികളിൽ, ധമനിയാണ് ധമനി. അത് അപ്പൊ ഈ പാട്ട് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ച് പാടിയിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നാക്കാമായിരുന്നു, ഒന്നും കൂടി നന്നായനെ. അപ്പൊ മിടുക്കനാണ്, ഉഗ്രം പാട്ടുകാരനാണ്, എത്രയോ തവണ ഇവിടെ തെളിയിച്ചതാ. മിടുക്കനായിട്ടുള്ള പാട്ടുകാരനാ. അപ്പൊ കൺസെപ്റ്റ് മാറ്റണം. എന്തൊക്കെയാ വേണ്ടത്? ശ്രുതി ശ്രദ്ധിക്കണം, ഭാവം നോക്കണം, താളം നോക്കണം, സംഗതി എല്ലാം. ഓക്കെ. റിജുവൽ കുഡൻസ് എന്തോ റിജുവലിന്റെ നിന്ന് എന്നിലേക്കും, എന്നിൽ നിന്ന് റിജുവലിലേക്കും, റിജുവലിന്റെ ഹാർട്ടിൽ നിന്ന് എന്റെ ഹാർട്ടിലേക്കും, തിരിച്ചും. മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു മൗന സഞ്ചാരം. അതിനുള്ള ഷോർട്ട് കട്ട് എന്താണ്? അറിയില്ല. ഏറ്റവും ബെസ്റ്റ് ഷോർട്ട് കട്ടാണ് മ്യൂസിക്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് റിജുവലൂട്ടൻ പാടുമ്പോഴത്തേക്കും അതിന്റെ അടുത്തെത്തും, ഞാൻ പാടുമ്പോഴത്തേക്കും റിജുവലൂട്ടന്റെ അടുത്തെത്തും അല്ലെ. അത് എത്രത്തോളം നമുക്ക് നന്നാക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് മ്യൂസിക് ട്രാവൽ ചെയ്യും, ലൈറ്റ്നിങ് ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യും അല്ലേ. അതുകൊണ്ടല്ലേ റിജുവലൂട്ടൻ ചില ഭാഗങ്ങളൊക്കെ പാടുമ്പോഴത്തേക്കും കൊള്ളാന്ന് തോന്നുന്ന. അപ്പൊ അവിടെ നിന്ന് പാടിയ ഉടനെ ഇവിടെ എത്തി. അതാണ് ആ മ്യൂസിക്കിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ചില സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ പാടിയാലാണ് അത് എഫക്റ്റീവ് ആവുക. പാടുമ്പോ ഞാനിപ്പോ എന്ന് പാടിയ ഇങ്ങനെ ഏതാ ഇഷ്ടപ്പെട്ട? ഇപ്പൊ രണ്ടാമത് പാടിയതല്ലേ ഇഷ്ടപ്പെട്ട? അതിനെന്താ വ്യത്യാസം? കുറച്ച് ഫീൽ ഉണ്ട്. ഫീൽ ഉണ്ട്. മാത്രമല്ല അത് പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് അവിടുത്തെ ഹാർട്ടിലോട്ട് വന്നില്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് പാടിയോ? ഹൃദയ മൃദുലതമനികളിൽ സുമശരലീ. കുറച്ചുകൂടെ വേവിയാണ്. ഓളം പോലെ, ഓളം.
ഹൃദയ മൃദുലതമനികളിൽ സോഫ്റ്റ് ആക്കല്ല അത് അത് ഹൃദയ മൃദുല സോഫ്റ്റ് ലാ സോഫ്റ്റ് അങ്ങനെ പാട്. ഹൃദയ മൃദുലതമനികളിൽ ധമനി. ധമനി. ധമനികളിൽ സുമശരലീല സുമശരലീല സുമശര അല്ലേ? അത് സ്ലോ ആയിട്ട് പാടുക. സുമശര 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 സുമശര. അങ്ങനെ. അപ്പൊ ഒന്നുകൂടെ പാടുക. ഹൃദയ മൃദുലതമനികളിൽ സുമശരലീല. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ആ ഫീൽ കൊടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ലൈനും കേട്ടോ. അതുപോലെ ചലിത ചലിത പാത. ചലിത എന്നാണ് പാടിയ. ചലിത എന്നാ പാടിയ. ആ പാടിക്ക്. ചലിത സുഗമകലാലയമൊരുക്കി ചലിത 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 പാദം. ചലിത ചലിത പാദം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. എനിക്കൊന്ന് ഇന്ന് റിച്വലിന്റെ ഒരു ഓഫ് ഡേ ആണ്. കുറച്ച് കറക്റ്റ്. ചെറിയൊരു ഓഫ് ഡേ. ശബ്ദവും കുറച്ചൊരു സ്ട്രെയിൻ ഉണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് താങ്കൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കുറച്ച് റെസ്റ്റ് വേണം കേട്ടോ. സംസാരം കുറയ്ക്കണം. നമ്മളൊരു പാട്ടിലേക്ക് വരുമ്പോ കാണാപാഠം ആ രചന പഠിക്കുക എന്നുള്ളതല്ല. ആ രചന എന്ന് പറഞ്ഞാൽ മൊത്തം കോമ്പോസിഷൻ പഠിക്കുകയാണ്. അതിൽ ലിറിക് ഒരു കാര്യമാണ്, മ്യൂസിക് ഒരു കാര്യമാണ്, അതിന്റെ എക്സ്പ്രഷൻസ് ഒരു കാര്യമാണ്. ഓക്കെ, അത് പാടുന്ന രീതിയും ഒരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമേ പാട്ടാവൂ. ഓരോന്നിനെ വേർതിരിച്ച് കാണിക്കാൻ പറ്റൂല റിജുല കുട്ട. കേട്ടോ റിജുൽ കുട്ട, എന്തോ എനിക്കും ഇത് തന്നെയാണ് പറയാൻ തോന്നിയത്. കുറച്ച് റെസ്റ്റ് എടുക്കാൻ നമുക്ക് സമയമായിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് പമ്പ കിടക്കും, അതൊക്കെ സെറ്റാവും കേട്ടോ. അതാണ് ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് നോട്ടീസ് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊനൗൺസിയേഷൻ, ഓരോ ഭാഗങ്ങളും ഒരുപാട് സ്ഥലങ്ങളിൽ ധമനി അവിടെ ഇവിടെയൊക്കെ അങ്ങനെ അക്ഷരങ്ങൾ കട്ടി പറയേണ്ട സ്ഥലങ്ങൾ പറയാതെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയത് അനുപല്ലവിന്ന് വരുമിൻ പ്രാണസഖി പാടിയപ്പോ അവിടെ വരുമിൻ, അതിന്റെ നോട്ടും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെയാണ് നോട്ടീസ് ചെയ്തത്. ബാക്കിയൊക്കെ MJ സാറും മധുചേട്ടനും പറഞ്ഞു. എന്ത് വേണമായിരുന്നു എന്നാ പറഞ്ഞേ? അതിനൊരു ഫീലും പിന്നെ ശുദ്ധി, ശ്രുതി, അക്ഷരശുദ്ധി അല്ലെങ്കിൽ അക്ഷരസ്ഫുടത. അപ്പൊ മിടുക്കനാണ് കേട്ടോ. ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ പാട്ടെടുത്ത് വന്നില്ലേ? എന്നിട്ട് അടിപൊളിയായി പാടിയില്ലേ റിജുൽ കുട്ടൻ ധൈര്യത്തോടെ കേട്ടോ. മിടുക്കനാണ്, മിടുക്കനാണ്. ഇതുപോലെ അങ്ങ് പോട്ടെ, നല്ലോണം പ്രാക്ടീസ് ചെയ്യണേ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മധോകൾ, ഈ ഫിലിമിൽ ഒത്തിരി നല്ല പാട്ടുകളുണ്ടല്ലോ. അപ്പൊ അതിലൊരു നല്ല പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരോ? പാടാലോ. താങ്ക് യു. ഏത് പാട്ടാ? ഏതെങ്കിലും. മധുവിന്റെ ഫേവറേറ്റ് ഉണ്ട്. മാനസ നിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീര ധ്വനി ഉണർത്തി. അതിനെ പോരട്ടെ. ഓക്കെ. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി. വേദിക പണിതുയർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. സബാഷ്. താങ്ക് യു. താങ്ക് യു. സബാഷോട് കൂടി നമുക്ക് സബാഷ് മാർക്ക് അറിയാം. റിജുൽ കുട്ട, എന്തോ മാർക്ക് അറിയണ്ടേ നമുക്ക്? യെസ്. അപ്പൊ ഇന്നത്തെ റിജുൽ കുട്ടന്റെ മാർക്ക് 97 ഔട്ട് ഓഫ് 100. താങ്ക് യു. ആൺകുയിലേ തേൻകുയിലേ, ആൺകുയിലേ തേൻകുയിലേ, നിന്റെ സ്വരം കേട്ടണയും പെൺകിളിയെ പോലെ, നിന്റെ സ്വരം കേട്ടണയും പെൺകിളിയെ പോലെ. റിജുൽ കുട്ട, ഇനി നമ്മള് വരി മാത്രം മറക്കാതിരുന്നാ മതിയോ? റിജ്വൽ, ഉജ്വൽ, തേജ്വൽ, പ്രജ്വൽ. മാർക്ക് കുറവാണെങ്കിൽ ഉടനെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു പരിപാടി ഉണ്ട്. ആണോ ശരിക്കും? ആയിരിക്കാ റിജ്വലിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഫോൺ അറിഞ്ഞിട്ടില്ല. പിന്നെ എന്താ എറിഞ്ഞേ? അച്ഛനോട് ചോദിക്കാം.
കുറച്ച് വാശിയുണ്ടായിരുന്നു. ആണോ? വാശിയുണ്ടോ? ഓ അത് ശരി. ഫോൺ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ അതുപോലെ? ഇല്ലില്ല. ഇല്ല. അങ്ങനെയൊന്നുമില്ല. വലിച്ചെറിഞ്ഞില്ല, പക്ഷെ വാശി വന്നു. വാശി വന്നുണ്ടല്ലേ? വാശി വാശിയിൽ എന്ത് ചെയ്തു? അല്ല, വാശിയുള്ളതൊക്കെ നല്ലതാ കേട്ടോ. മാർക്ക് കുറഞ്ഞു പോയാൽ വാശിയുള്ളതൊക്കെ നല്ലത് തന്നെയാ. അടുത്ത് നമ്മുടെ സാധനങ്ങളൊന്നും എറിയരുത്. അതെ. അല്ല, അതൊന്നും ചെയ്യരുത്. സാധനങ്ങളൊന്നും വലിച്ചെറിയരുത്, പക്ഷെ വാശി നല്ലതാ. അടുത്ത തവണ ഇനി നന്നാക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണല്ലോ അല്ലേ? അത് പോയ ഇങ്ങനെ നന്നായിട്ട് പാടാൻ പറ്റില്ല എന്നുള്ളൊരു പക്ഷെ അതിനകത്ത് വിഷമത്തില് ഒരു പ്രശ്നമുണ്ട്. അതായത് നമുക്ക് മറ്റുള്ളവരത്തല്ല വാശി, നമ്മളോട് തന്നെ നമ്മളെടുത്ത് നമ്മളെടുത്ത് തന്നെ കാണിക്കണം. മാർക്ക് കുറഞ്ഞ് മറ്റുള്ളവരത്ത് വാശി കാണിച്ചിട്ട് മറ്റുള്ളവർക്ക് ദേഷ്യം വന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യമില്ല. ഒരു കാര്യമില്ല. ഇനിയിപ്പോ അങ്ങനൊന്നും കാണിക്കില്ല. ഇതോടുകൂടി ഇല്ല. സെറ്റ് അതെ, അതെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ടാറ്റ. ടാറ്റാ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിലെ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള സമയമാണ്. ടോപ്പ് സിംഗറിലെ സീനിയേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ്. കണ്ടു നോക്കാം അല്ലേ? बरसे